ശബരിമല ദർശനത്തിനെത്തിയ കണ്ണൂർ സ്വദേശികളായ രേഷ്മ നിശാന്ത്, ശാലിന സജേഷ് എന്നീ യുവതികളെ പോലീസ് ബലം പ്രയോഗിച്ച് തിരിച്ചിറക്കിയതോടെ രഹസ്യ പോലീസിന്റെ നീക്കം മാറി. 3.5 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് യുവതികളെ നീലിമലയിൽ പോലീസ് തടഞ്ഞത്. പാർട്ടി ഗ്രാമത്തിൽ നിന്നാണ് ഈ യുവതികളെ ഇറക്കുമതി ചെയ്തത്. രാത്രിയുടെ മറവിൽ ഒളിച്ചു കടത്തിയെന്ന ആരോപണത്തിൽ നിന്നും രക്ഷ നേടാനാണ് നേരെ ഇവരെ കൊണ്ടുവന്നത്. സുപ്രീം കോടതി വിധി വന്നതിനു ശേഷം ശബരിമലയിൽ കയറാൻ നോമ്പുനോറ്റ യുവതിയാണ് കണ്ണൂർ ഇരിണാവ് സ്വദേശി രേഷ്മ നിശാന്ത്. അന്നു തൊട്ടേ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധവും തുടങ്ങി, ഒപ്പം വീടിന് മുന്നിലും. ഇതിനിടെ മനം മടുത്ത രേഷ്മ നിശാന്ത് ശബരിമല യാത്ര ഉപേക്ഷിച്ചു. ശബരിമല ദർശനത്തിനായി പോകാനിരിക്കെയാണ് കടുത്ത പ്രതിഷേധം ഉയർന്നത്. റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധക്കാരും വീടിന് സമീപം നാട്ടുകാരും കൂട്ടമായി എത്തിയതോടെയാണ് ദർശനം തേടിയുള്ള യാത്ര പാതി വഴിയിൽ മുടങ്ങിയത്. ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് അവസാന യാത്രയും നീലിമലയിൽ അവസാനിച്ചു. കനകദുർഗയും ബിന്ദുവുമായിരുന്നു ഏവരുടെയും കണ്ണുവെട്ടിച്ച് സന്നിധാനത്തെത്തിയ യുവതികൾ. ഇവരെ പോലീസ് സന്നിധാനത്ത് ആംബുലൻസിൽ എത്തിച്ചുവെന്നാണ് റിപ്പോർട്ട്. ചിലരെ ഡോളിയിൽ എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഭക്തർ തടഞ്ഞിരുന്നു. ഇതോടെയാണ് ആംബുലൻസ് മാർഗം സ്വീകരിച്ചത്. അതിനുശേഷം മഞ്ജു എന്ന യുവതിയും സന്നിധാനത്ത് എത്തിയതിന്റെ വീഡിയോ പുറത്തു വന്നു. മുടി നരപ്പിച്ചാണ് മഞ്ജു എത്തിയതെന്നും വ്യക്തമായി. ഇതിന് പക്ഷേ സ്ഥിരീകരണമില്ല. ഇതിനുശേഷമാണ് രേഷ്മ നിശാന്തും സുഹൃത്തും എത്തിയത്. ഭക്തരുടെ കണ്ണിൽപ്പെട്ടാൽ യുവതികൾക്ക് മല കയറാനാകില്ലെന്ന് വ്യക്തമാക്കുന്ന പ്രതിഷേധമാണ് ഇന്ന് അതിരാവിലെ നീലിമലയിൽ ഉണ്ടായത്. സുരക്ഷ വേണമെന്ന് രേഷ്മ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയെങ്കിലും സംഘർഷ സാധ്യത ഉള്ളതിനാൽ രേഷ്മ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. CPM കുടുംബാംഗം കൂടിയായ രേഷ്മ പ്രശ്നം ഒഴിവാക്കാൻ ദർശനം മാറ്റിവെക്കണമെന്ന് CPM പ്രാദേശിക നേതൃത്വവും കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നു. മണ്ഡലകാലത്ത് വ്രതമെടുത്ത് ശബരിമല കയറാൻ തയ്യാറെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചതിന് പിന്നാലെ ഭീഷണികൾ ഉയർന്നിരുന്നു. വലിയ ആൾക്കൂട്ടം മദ്യലഹരിയിൽ അയ്യപ്പ ശരണം വിളിയുമായി വീടിന്റെ മുന്നിലെത്തി പ്രതിഷേധിച്ചിരുന്നു. ശബരിമല കയറ്റില്ലെന്ന ഭീഷണിയും അവർ മുഴക്കി. കണ്ണൂരിലെ ഒരു കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപികയാണ് രേഷ്മ. ഭർത്താവ് നിശാന്ത് കോപ്പറേറ്റീവ് ബാങ്ക് ഉദ്യോഗസ്ഥനുമാണ്. കോടതി വിധി അനുകൂലമായ നിലവിലെ സാഹചര്യത്തിൽ അയ്യപ്പനെ കാണാൻ പോകണമെന്ന അതിയായ ആഗ്രഹമുണ്ടെന്നാണ് രേഷ്മ പറഞ്ഞത്. വിപ്ലവമായിട്ടല്ലെങ്കിൽ കൂടിയും ഇന്ന് ഒരു വിശ്വാസി അതിന് തയ്യാറാവുക എന്നത് നാളെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് ശബരിമല കയറാനുള്ള ഊർജമാകുമെന്ന് തന്നെ കരുതുന്നു. ആർത്തവത്തെക്കുറിച്ചുള്ള ചോദ്യം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ വിയർപ്പ് പോലെ മലമൂത്ര വിസർജ്യം പോലെ ശരീരത്തിന് ആവശ്യമില്ലാതെ പുറന്തള്ളൽ മാത്രമാണ് അത്. അതിനാൽ തന്നെ പൂർണ്ണ ശുദ്ധിയോടുകൂടി തന്നെ വ്രതം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു രേഷ്മ നിശാന്തിന്റെ പ്രതികരണം. ഒരു വിശ്വാസി എന്ന നിലയിൽ മല കയറാൻ തയ്യാറാകുന്നവരെ എതിർത്താൽ വിശ്വാസ സമൂഹം അതിനെതിരെ മുന്നോട്ട് വരുമെന്നും രേഷ്മ പറഞ്ഞിരുന്നു. കറുത്ത വസ്ത്രം ധരിച്ച് മാലയിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ സഹിതം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടുകൊണ്ടാണ് രേഷ്മ നിലപാട് വ്യക്തമാക്കിയത്. വിശ്വാസത്തിൽ ആൺപെൺ വേർതിരിവുകളില്ലെന്നും തുല്യനീതിക്ക് വേണ്ടിയുള്ള ഈ യാത്രയിൽ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രഖ്യാപിക്കുന്ന രേഷ്മ സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും എല്ലാവിധ സഹായവും പിന്തുണയും അഭ്യർത്ഥിക്കുന്നുണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ തുടക്കത്തിലെ പറഞ്ഞിരുന്നു. തന്റെ വിപ്ലവമല്ലെന്നും ഈശ്വരവിശ്വാസത്തിന്റെ ഭാഗമാണെന്നും രേഷ്മ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, വർഷങ്ങളായി ശബരിമലയ്ക്ക് പോകാൻ സാധിക്കില്ലെങ്കിലും മാലയിടാതെ മണ്ഡലവ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തി കൂടിയാണ് രേഷ്മ. രേഷ്മയുടെ വെളിപ്പെടുത്തൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.